വയനാട്ടിലെ 900 കണ്ടി എന്ന സ്ഥലത്തേക്കുള്ള യാത്രയുടെയും 900 കണ്ടിയിലെ സ്കൈഫോൾ അഡ്വഞ്ചേഴ്സ് എന്ന റിസോർട്ടിലെ താമസത്തിന്റെയും ഗ്ലാസ് ബ്രിഡ്ജ് എക്സ്പീരിയൻസിന്റെയുമെല്ലാം വിശദമായ കാഴ്ചകളാണ് ഈ എപ്പിസോഡിൽ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. വയനാട്ടിലെ മേപ്പാടിയിൽ നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. തേയിലത്തോട്ടങ്ങൾ കടന്ന് ചൂരൽമലയിലേക്കുള്ള റോഡിൽ പ്രവേശിച്ചു. വയനാട്ടിലെ ഏറ്റവും പുതിയ മേപ്പാടി ആനക്യാമ്പോയിൽ തുരങ്കപാതയുടെ പണി നടക്കുന്ന സ്പോട്ട് ഈ റൂട്ടിൽ കാണാം. ഇതിനടുത്താണ് സ്കൈഫോൾ അഡ്വഞ്ചേഴ്സിന്റെ പിക്കപ്പ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. കൃത്യസമയത്ത് തന്നെ ഞങ്ങളെ കൊണ്ടുപോകാനായി ടൈസൺ ബ്രോ ജീപ്പുമായി അവിടെ എത്തിയിട്ടുണ്ട്. കാർ അവിടെ പാർക്ക് ചെയ്ത ശേഷം ഞങ്ങൾ ജീപ്പ് യാത്ര ആരംഭിച്ചു. ടൈസൺ ഞങ്ങളെ എല്ലാവരെയും കൊണ്ട് കുറേ ദൂരം മെയിൻ റോഡിലൂടെ ഓടിയ ശേഷം 900 കണ്ടിയിലേക്കുള്ള ഓഫ് റോഡ് റൂട്ടിലേക്ക് കടന്നു. ഫോർ ഇൻറ്റു ഫോർ ട്രാക്ഷൻ എൻഗേജ് ചെയ്ത ശേഷം ഉരുളൻ കല്ലുകളിലൂടെ ജീപ്പ് പതിയെ മല കയറി തുടങ്ങി. ഒട്ടും കുലുക്കാതെ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ടൈസൺ ജീപ്പ് കൊണ്ടുപോകുന്നത്. ഓഫ് റോഡിലൂടെ അടിച്ച് മിന്നിച്ച് ചാടിച്ച് കുലുക്കി കൊണ്ടുപോകുന്ന സ്ഥിരം ജീപ്പ് ഡ്രൈവർമാരുടെ രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് ടൈസൺ. പക്ഷിപാതകളൊക്കെ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്. ജനവാസ മേഖലയും തോട്ടങ്ങളും കഴിഞ്ഞാൽ പിന്നെ കൊടും വനം ആരംഭിക്കുകയാണ്. മുണ്ടക്കൈ ഫോറസ്റ്റ് സ്റ്റേഷനടുത്ത് ഒരു വ്യൂ പോയിന്റിൽ വാഹനം നിർത്തി. അരണമലയും മറ്റ് മലനിരകളും ഇവിടെ നിന്ന് ഭംഗിയായിട്ട് കാണാം. മുണ്ടക്കൈ ഫോറസ്റ്റ് സ്റ്റേഷനടുത്ത് വെച്ച് ഒരിക്കൽ രാത്രി കാട്ടാനകളുടെ മുന്നിൽപ്പെട്ട അനുഭവം പങ്കുവെച്ചുകൊണ്ട് ടൈസൺ ബ്രോയുടെ ജീപ്പ് ഞങ്ങളെയും കൊണ്ട് യാത്ര തുടർന്നു. തൊള്ളായിരം കണ്ടി എക്കോ പാർക്ക് റിസോർട്ടും വന്യജീവികൾ വെള്ളം കുടിക്കാനെത്തുന്ന ഒരു ചെറിയ തടാകവും കടന്ന് അങ്ങനെ സ്കൈഫോൾ അഡ്വഞ്ചേഴ്സിന്റെ മുറ്റത്തേക്ക്. പ്രോപ്പർട്ടിയുടെ കെയർടേക്കറായ അഭിഷേക് ഭയ്യ വെൽക്കം ഡ്രിങ്കുകളുമായി വന്ന് ഞങ്ങളെ സ്വീകരിച്ചു. വെൽക്കം ഡ്രിങ്ക്സ് കുടിച്ച് യാത്രയുടെ ക്ഷീണമൊക്കെ മാറ്റിയ ശേഷം റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്തു.
ശേഷം പ്രോപ്പർട്ടിക്കുള്ളിലെ കാഴ്ചകൾ കാണാനിറങ്ങി. താഴേക്ക് നിബിഡമായ വനമാണ്. തലേന്ന് ഈ പ്രദേശത്തിന് താഴെ രാത്രി കടുവയുടെ മേറ്റിംഗ് കോൾ കേട്ട കാര്യം ടൈസൺ പറഞ്ഞു. കാടിന്റെ ആംബിയൻസ് ആസ്വദിച്ചുകൊണ്ട് കുളിക്കാൻ പറ്റുന്ന നല്ലൊരു സ്വിമ്മിംഗ് പൂൾ കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. റൂംസിന് പുറമെ 4-5 ടെന്റുകളും ഗസ്റ്റുകൾക്കായി ഇവിടെ അവൈലബിൾ ആണ്. ആമ്പൽപ്പൂ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ചെറിയ ഫിഷ് പോണ്ടും പൂന്തോട്ടവുമൊക്കെയായി നല്ല ഭംഗിയായിട്ടാണ് ടെന്റുകൾക്ക് ചുറ്റുമുള്ള ഏരിയ സൂക്ഷിച്ചിരിക്കുന്നത്. രണ്ടു പേർക്ക് കംഫർട്ടബിളായി കിടക്കാവുന്ന ടെന്റുകളാണ് ഇതെല്ലാം. വൈകുന്നേരത്തെ ചായയും രാത്രിയിലെ ഡിന്നറും കഴിച്ച ശേഷം അർദ്ധരാത്രിയോടെ ഞങ്ങളുടെ കൂടെയുള്ള മറ്റൊരു ഗസ്റ്റിനെ പിക്കപ്പ് ചെയ്യാനായി വീണ്ടും മേപ്പാടിയിലേക്ക് പുറപ്പെട്ടു. ശരിക്കും ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെ പോണ വ്യൂ. നമുക്ക് സഫാരി പോയി കഴിഞ്ഞാൽ കുറച്ച് മാനിനെ കാണുന്ന വലിയ കാര്യമൊന്നുമില്ല. ഇത് നമ്മളെ വന്ന വ്യൂ പോയിന്റ്. ഇവിടെ ആന കണ്ടു പറഞ്ഞല്ലേ? ഫുള്ളി ഡ്രൈ ആണ്. നല്ല ഒരു 2-3 മഴ കിട്ടിക്കഴിഞ്ഞാൽ മൊത്തത്തിലൊന്നും ഇറക്കം ഭയങ്കര ഡേഞ്ചറാണ്. നമുക്ക് ടാസ്ക്കാണ്. ഇറങ്ങുന്നത് നന്നായിട്ട് ഫീൽ ചെയ്യും. കാരണം ഇറങ്ങുമ്പോ നമ്മളൊരു കല്ലിന് മുകളിലേക്ക് ചാട് ചെയ്യുന്നത്. കേറുമ്പോ പിടിച്ചു പിടിച്ച് കേറുന്നതാണ്. അല്ലേ, നമ്മളീ കടുവയും പുലിയും നമ്മളെ ആക്രമിക്കില്ല. 2 കാലിൽ നിൽക്കുന്ന ഒന്നിനെ കടുവ പുലിയും ഇങ്ങനെ 4 നിൽക്കുന്ന ഒരു സാധനം ആക്രമിക്കില്ല. നമ്മളെ ആക്രമിക്കുന്ന ഒരേ ഒരു സാധനം കരടിയാണ്. നമ്മളൊന്ന് കുനിഞ്ഞാൽ ആ സെക്കൻഡ് നമ്മുടെ കഴുത്തേ വരും. ഇവിടെ നിന്നാണ് ഫസ്റ്റ് കടുവരെ കണ്ടു. പിന്നെ രണ്ടാമത് ഞാൻ കണ്ടത് നമ്മുടെ പ്രോപ്പർട്ടി ഇവിടുത്തെ കണ്ടത് ഷെഫീഖാണ്. നമ്മളെ ആ സ്കൈവാറിന്റെ പ്രോപ്പർട്ടിന്റെ അവിടെ അപ്പുറം മറ്റവരുടെ ഗേറ്റില്ലേ എടാ പൊന്നുപോലെ. ഞാൻ ഇന്നലെ രാത്രി മറ്റേ മേറ്റിംഗ് കോള് കേട്ടത് നമ്മുടെ പ്രോപ്പർട്ടിന്റെ താഴെന്നാ. കാട്ടിലെ രാജാവ് സിംഹം എന്നാ പറയണേ. സിംഹത്തിനെക്കാട്ടിലും പവർ കടുവയാണ്. പുലി ഒരു സാധനത്തിന്റെ സ്പോട്ട് ചെയ്ത് അതിനെ തന്നെ പിടിക്കുന്നു. കടുവ ചെതറിച്ച് ഓടിച്ച് പിടിക്കുന്ന സാധനം. ഏതിനെ കൈ കിട്ടുന്ന അതിനെ പിടിക്കുന്ന. കരടിയുണ്ട്, പുലിയുണ്ട്, കടുവയുണ്ട്. ഈ കടുവന്റെ വിഹാര കേന്ദ്രം എന്ന് പറയുന്നത് ഈ സ്പോട്ട്. ലെഫ്റ്റ് സൈഡിൽ അമ്പലമാണ്, ഇത് റൈറ്റ് സൈഡിലാണ്. അപ്പുറം കാടാണ്. ഇവിടുന്നാണ് ഞാൻ ആനനെ കണ്ടിട്ടുള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ മറ്റേ കരടീന്റെ ഒരു സ്പോട്ടാണ്. കടുവയുണ്ട്, പുലിയുണ്ട് ഇവിടെ. നോർമൽ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് എല്ലാം പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണെങ്കിലും ഇതുപോലെ എക്സ്ട്രാ ജീപ്പ് യാത്രകളെല്ലാം പെയ്ഡാണ്. അങ്ങനെ മേപ്പാടിയിലെത്തി ഞങ്ങളുടെ സുഹൃത്തിനെ പിക്കപ്പ് ചെയ്ത ശേഷം തിരികെ വീണ്ടും 900 കണ്ടിയിലേക്ക്. തൊടുന്ന പോലുമില്ല, സ്വന്തം ഇഷ്ടത്തിന് കയറി പോണം. നിറഞ്ഞ റോഡിൽ ഇച്ചിരി കാല് കൊടുക്കണമെന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ വണ്ടി പോകും. അങ്ങനെ പ്രോപ്പർട്ടിയിലേക്ക് എത്തിയ ശേഷം ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് അടിച്ചു പൊളിച്ചാണ് ആ ദിവസം ഫിനിഷ് ചെയ്തത്. രണ്ടാം ദിവസത്തെ തണുത്ത പ്രഭാതം. സമയം 7:30. സുഹൃത്തുക്കളെല്ലാം നല്ല ഉറക്കത്തിലാണ്. പക്ഷേ ഞാൻ നേരത്തെ റെഡിയായി. കാരണം നേച്ചർ വാക്ക് എന്നൊരു ചെറിയ ട്രെക്കിംഗ് ഉണ്ട് ഈ സമയത്ത്. യാത്രയ്ക്ക് മുൻപ് അഭിഷേക് ഭയ്യ ഒരു കട്ടൻ ചായയുമായി വന്നു.
2-3 ദിവസത്തെ അടുപ്പിച്ചുള്ള ജോലിയുടെ ക്ഷീണം കാരണം ടൈസൺ ബ്രോ റെസ്റ്റിലായതുകൊണ്ട് ഭയ്യ ആണ് ഇന്ന് ട്രക്കിങ്ങിന് ഗൈഡായിട്ട് വന്നത്. വനവും ഏലക്കാടുകളും ഇടവിട്ട് വളർന്നു നിൽക്കുന്ന പ്രദേശങ്ങളാണ് ഇരുവശങ്ങളിലും. ഇരുട്ട് വീണാൽ ആനയും കടുവയും മ്ലാവും കരടിയുമൊക്കെ സഞ്ചരിക്കുന്ന വഴിയാണിത്. അതുകൊണ്ട് തന്നെ ഇരുട്ടിക്കഴിഞ്ഞാൽ വാഹനത്തിലല്ലാതെ ഗസ്റ്റുകൾ പ്രോപ്പർട്ടി വിട്ട് പുറത്തിറങ്ങരുതെന്ന് ടൈസൺ ബ്രോ പറഞ്ഞിരുന്നു. 1 കിലോമീറ്ററോളം റോഡിലൂടെ നടന്ന് ഉരുളൻ കല്ലുകൾ നിറഞ്ഞ തോട്ടിലൂടെ മല കയറി തുടങ്ങി. എടക്കൽ ഗുഹയെപ്പോലെ 2-3 പടുകൂറ്റൻ പാറക്കല്ലുകൾക്കിടയിലുള്ള ഗ്യാപ്പിലൂടെയാണ് പിന്നീട് യാത്ര. ഇവിടം കടന്ന് അപ്പുറത്തെത്തിയ ശേഷം ഒരു വലിയ പാറക്കെട്ട് കയറി തുടങ്ങി. വീണ്ടും വലിയ വലിയ പാറക്കെട്ടുകൾ കയറി മുകളിലേക്ക്. അങ്ങനെ പാറക്കെട്ടിൻ്റെ ഏറ്റവും മുകളിലെത്തി. ഇതൊരു വ്യൂ പോയിന്റാണ്. ഇന്നലെ നമ്മൾ കണ്ട അരണമലയും ചുറ്റുമുള്ള കാഴ്ചകളും ഈ വ്യൂ പോയിന്റിൽ നിന്ന് ആസ്വദിക്കാം. വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ളതുകൊണ്ട് ഈ വ്യൂ പോയിന്റ് കടന്ന് മുകളിലേക്ക് പെർമിഷൻ ഇല്ലാതെ പോകരുതെന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും കർശനമായ നിർദ്ദേശമുണ്ട്. അല്പനേരം കൂടെ വ്യൂ പോയിന്റിലെ കാഴ്ചകൾ ആസ്വദിച്ച ശേഷം ഞങ്ങൾ മലയിറങ്ങി തിരികെ പ്രോപ്പർട്ടിയിലേക്ക്. പ്രോപ്പർട്ടിയിലെത്തിയപ്പോഴേക്കും കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് റെഡി. നല്ല നാടൻ ചിരട്ടപ്പുട്ടും ചൂട് കടലക്കറിയും ചായയും ബൂരി മസാലയും ബ്രെഡും ജാമുമൊക്കെയാണ് റെഡിയാക്കിയിരിക്കുന്നത്. എല്ലാം നല്ല ടേസ്റ്റോടെ ഉണ്ടാക്കിയിരിക്കുന്നു. ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി വീണ്ടും പ്രോപ്പർട്ടിക്ക് ചുറ്റുമുള്ള കാഴ്ചകളിലേക്ക്. പൂന്തോട്ടം പരിപാലിക്കുന്ന ജോലിയിലാണ് ടൈസൺ. തൊട്ടടുത്തുള്ള 900 കണ്ടി ഇക്കോ പാർക്കിലേക്ക് ഒരു ഷോർട്ട് വിസിറ്റ് നടത്തി. ഇവിടുത്തെ മഡ് ഹൗസിലാണ് പ്രീമിയം ഗസ്റ്റുകൾക്കുള്ള സ്റ്റേ ഒരുക്കുന്നത്. മണ്ണുകൊണ്ടുണ്ടാക്കിയ ഭിത്തിയായതുകൊണ്ട് ഒട്ടും ചൂടില്ല ഈ മഡ് ഹൗസിനുള്ളിൽ. ഗെയിമിംഗ് ആൻഡ് ആക്ടിവിറ്റി സെക്ഷനിലേക്കാണ് ഞങ്ങൾ അത് കഴിഞ്ഞ് പോയത്.
ഇക്കോ പാർക്കിലെ ഈ ആക്ടിവിറ്റീസ് എല്ലാം പെയ്ഡാണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷനായ ഗ്ലാസ് ബ്രിഡ്ജിലെ കാഴ്ചകളിലേക്ക് ഇനി പോകാം. നമ്മൾ ആ സൗണ്ട് കേൾക്കുന്ന തോടിന്റെ അല്ലേ? അത് തോടിന്റെ സൗണ്ട്. താഴെ ഒരു തോടുണ്ട്. ആ തോട് കഴിഞ്ഞ പിന്നെ അങ്ങോട്ട് നല്ല ഫോറസ്റ്റ് ആണ്. ഡെൻസ് ഫോറസ്റ്റ് ആണ് അല്ലേ? എല്ലാ മൃഗങ്ങളും ഉണ്ട്. എല്ലാ മൃഗങ്ങളും ഉണ്ട്. കടുവ, പുലി, ആന, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും. ഇപ്പൊ അങ്ങോട്ട് നമുക്ക് പബ്ലിക്കിന് അങ്ങോട്ട് ഇല്ല, പബ്ലിക് നോട്ട് അലൗഡ് ആണ്. ഫുള്ള് നമ്മൾ ഫോറസ്റ്റിൽ പോയി പെർമിഷൻ എടുത്ത് അതിന് പേയ്മെന്റ് ചെയ്തിട്ട് നമുക്ക് കയറാൻ പറ്റുള്ളൂ. ആ റിസോർട്ടിൽ പോകണമെങ്കിൽ അങ്ങനെ തന്നെ പറ്റും. ആ റിസോർട്ടിലേക്ക് എന്ന് വെച്ചാൽ അവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ റിസോർട്ടിലേക്കുള്ള ഗസ്റ്റിന് മാത്രമേ അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ, അല്ലാണ്ട് വേറെ ആർക്കും കയറാൻ പറ്റില്ല. അരണമലയുടെ ചുറ്റുമുള്ള മലനിരകളുടെ ദൃശ്യങ്ങളെ കൂടുതൽ വിശദമായി വൈഡായി കണ്ണിറയെ കണ്ടാസ്വദിക്കാൻ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് സാധിക്കും. സത്യത്തിൽ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നുള്ള ഈ ഒരു കാഴ്ച എത്ര കണ്ടിട്ടും മതിയാകുന്നുണ്ടായിരുന്നില്ല. എത്ര ഉയരത്തിലാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി കണ്ടു നോക്കാം. തുടർന്ന് മറ്റ് ആക്ടിവിറ്റീസിലേക്ക്. വീഡിയോ എടുക്കണം. ഇതില് എന്നിട്ട് നമ്മൾ ഇതേപോലെ പെല്ലറ്റ്സ് എടുക്കുക, ഇടുക. ഇപ്പൊ ലോഡായി. ഫയർ നോക്കാം അല്ലേ? ശേഷം ഇവിടെയും റോപ്പ് വാക്കിംഗ് ഒന്ന് ട്രൈ ചെയ്തു. തൊള്ളായിരം കണ്ടിയിലെ സ്കൈഫോൾ അഡ്വഞ്ചേഴ്സിലേക്കുള്ള യാത്രയുടെയും സ്റ്റേയുടെയും എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താരിഫ് ഡീറ്റെയിൽസ് അറിയാനും റൂംസ് ബുക്ക് ചെയ്യാനുമായി ഹൊറൈസൺ ഫൈൻഡർ എന്ന ഇൻസ്റ്റഗ്രാം പേജുമായിട്ടോ അവരുടെ ഫോൺ നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.
അവരുടെ പേജിൻ്റെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. മറ്റ് യാത്രകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജുകളും ഒന്ന് ഫോളോ ചെയ്തേക്കുക. അടുത്ത യാത്രയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദ സൗണ്ട് മാൻ സൈനിങ് ഓഫ്.